ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ കാന്താരയൊക്കെ ഇന്നലെ പോയി കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നീ കാന്താര ഫസ്റ്റ് കണ്ടിട്ടില്ലല്ലോ. ഫസ്റ്റ് കാണാ ഫസ്റ്റ് ഇന്നലെ നമ്മളെ പിന്നീട് ഇത് കണ്ണ് ഫസ്റ്റ് കാണുന്നത്. അപ്പൊ കാന്താര ഒരു രക്ഷയില്ലാത്ത സിനിമയായിരുന്നു ഗൈസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ടോപ്പ് നോച്ചായിരുന്നു. നമുക്ക് അറിയത്തില്ലായിരുന്നു കാന്താര എന്ന് പറഞ്ഞ ഫസ്റ്റ് വെർഷനെ ഇവിടെ കണ്ടിട്ടില്ല. അപ്പം ഇതാണ് ആദ്യമായിട്ട് കാണുന്നത്. അമ്പൂട്ടൻ നമുക്ക് ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം കേട്ടോ. അമ്പൂട്ടൻ എടുക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ പോയപ്പം എനിക്ക് മൃദുലേക്ക് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നായിരുന്നു. എനിക്ക് എടുത്തായിരുന്നു. ഇടയ്ക്ക് നമ്മൾ മൂന്നാറൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അമ്പൂന് പിന്നെ എടുത്തില്ല. അമ്പൂന് പല കടയിലും കയറുമ്പോൾ അവന്റെ ഏജിനുള്ളത് കുറവാ. ഇനി ഒരു 1.5 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവന് ഡ്രസ്സ് ഇഷ്ടം പോലെ കിട്ടും. ഇപ്പം കയറുന്ന കടകളിലൊന്നും അവന്റെ അളവിനുള്ളത് ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് ഇങ്ങോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി കിട്ടണില്ല. ഓരോ വയസ്സൊക്കെ ഒന്ന് കഴിയട്ടെ. ഞങ്ങൾ വാച്ചിനായിട്ട് ഇടും. ഇന്ന് നമുക്ക് കുറെ പരിപാടികളുണ്ട്. കാരണം ഫസ്റ്റ് പരിപാടി നേരെ ഇപ്പൊ നമ്മൾ പോകുന്ന BYD ഷോറൂമിലാണ്. നമ്മളെ വണ്ടിയുടെ നമ്പർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഗസ് ഏത് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്പർ അടിക്കണം. സോറി സാർ. ഓക്കെ സോറി സാർ. ഓക്കെ കാണുന്നില്ല. കൈയോട് മാറ്റി. അപ്പൊ ആദ്യം നമ്മള് BYD ഷോറൂമിൽ പോണം. നീ വേണ്ട പഴം തുണിയായിരുന്നു. അപ്പം പുതിയ ഷർട്ട് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. അയ്യോ വലിച്ചു കീറി ഒരു വട്ടം പോലും ഇട്ടില്ല. ഞങ്ങളെ ആരും കാണത്തില്ല. നല്ല ചേരുന്നുണ്ടായിരുന്നു. അതെങ്ങനെ എനിക്ക് ചെറിയ എന്തോ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. എനിക്ക് അവൻ പിടിച്ച് വലിച്ചത് ഇങ്ങനെ കീറി വെച്ചില്ല. വീണ്ടും കീറും. നമ്മളെ വണ്ടിയുടെ നമ്പർ വന്നിരിപ്പുണ്ട്. ഷർട്ട് കീറി പിന്നെ പിടിക്കോ നിന്റെ മുമ്പിൽ കയറി നിൽക്കും. ഞാൻ വിചാരിച്ച നമ്പർ, ഞാൻ ബുക്ക് ചെയ്ത നമ്പർ നീ കിട്ടി. ആരും ഇതിന് ലേലം ഒന്നും വിളിക്കാൻ വന്നില്ല. എന്തോ ഭാഗ്യത്തിന്. അങ്ങനെ ലേലം വിളിക്കാൻ വരേണ്ട ആവശ്യമില്ല ആ നമ്പറിൽ. ബട്ട് അത് നമ്മളെ ഫോർച്യൂണർ നമ്പറാണോ ഏത് നമ്പറാണോ നിങ്ങൾക്ക് അങ്ങോട്ട് വന്ന് കാത്തിരുന്ന് കാണും സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, നമുക്ക് അമ്പുവിന്റെ ബർത്ത്ഡേക്ക് ഹാള് ബുക്ക് ചെയ്യണം. കൊള്ളു. 11 മാസത്തെ എടുക്കണം. അക്രമോ കൈസ്. ഇപ്പൊ അക്രമം കഷത്തിന്റെ ഇടയിൽ ഉപദ്രവം. ഡെക്കറേഷൻ ടീം ബാക്കി ഇവന്റ് ടീമിനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് ഇന്നല്ല, 2 ദിവസം കഴിയുമ്പോൾ അതിന് മീറ്റിംഗ് എല്ലാം സെറ്റ് ആക്കണം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ലാസ്റ്റ് നിമിഷത്തിൽ വന്നിട്ട് കിടന്ന് വെപ്രാളപ്പെടാൻ വയ്യ. എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ നേരത്തെ എല്ലാം സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ഹാള് 2 ദിവസം നോക്കാറുണ്ട്. നിങ്ങളെ കുറച്ച് വെറൈറ്റി തീമുകൾ കമന്റ് ചെയ്യുക. ഇപ്പൊ കമന്റ് ചെയ്ത് അന്നേരത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് മൃദുല കുറച്ച് ബ്രീഫൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ വെച്ച് അവരുടെ ഡിസ്കസ് ഒക്കെ ചെയ്യണം. അപ്പൊ എന്തായാലും എന്തോ പറയാം, നമ്മളങ്ങനെ ഭയങ്കരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ആഘോഷം അങ്ങനെയൊന്നുമില്ല. നമ്മള് വളരെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുമായിട്ടുള്ള വളരെ ചെറിയ മിനിമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. പിന്നെ എനിക്ക് എന്റെ ഒരു മൈൻഡിലെന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിരിക്കണം. കാരണം അവന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അത് അവന്റെ ഏറ്റവും വലിയ ഓർമ്മയായിരിക്കും. എടാ നിന്റെ ബർത്ത്ഡേ ഇതാണ്, ആദ്യത്തെ ബർത്ത്ഡേ ഇങ്ങനെയാണ്. നമ്മൾ വളരുമ്പോഴും കാണിക്കുമ്പോൾ ആ ഒരു ഫോട്ടോ ഫ്രെയിം, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ നല്ലൊരു അടിപൊളിയായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത രീതിയിലെല്ലാം വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ആഘോഷമായിരിക്കും ബർത്ത്ഡേ. അപ്പം പോവാം. എന്റെ ഷർട്ടും കീറിയല്ല ദൈവമേ. ഫാഷൻ ഷോ ഡിസൈന് പാന്റ് മാത്രം. ഇതിപ്പോ ഏട്ടൻ ഇറക്കിയൊരു മോഡലാണ്. പാന്റ് മാത്രമല്ല, നമുക്ക് കീറിയിടാൻ പറ്റുന്ന ഷർട്ടും കീറിയിടാം. നമ്മുടെ യാത്ര തുടരുന്നു. ഇപ്പൊ ലുലുമോളെത്തി. നമ്മൾ വിചാരിച്ച നമ്പർ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിന്റെ വണ്ടി പച്ച ബോർഡായിരിക്കും. അതുകൊണ്ട് ഈ പച്ച ബോർഡാകുമ്പോ നമ്പർ പെട്ടെന്ന് ഹൈലൈറ്റ് ആവത്തില്ല. വൈറ്റില് ബ്ലാക്ക് വരുമ്പോഴേ നമ്മൾ നോർമൽ ഐസ് എഞ്ചിൻ വണ്ടിയുണ്ട്. ഇതിന്റെയൊക്കെ വണ്ടിയുടെ ഒക്കെ ആകുമ്പോഴേ അത്ര എറുപ്പില്ല നമ്മുടെ നോർമൽ വണ്ടിയുടെ. ഇത് നമ്പർ എങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആരും നമ്പറിലോട്ട് നോക്കത്തില്ല, പച്ച ബോർഡായോണ്ട്. കണ്ട ഓരോ സാധനങ്ങളാണ് കേട്ടോ. എന്റെ എയർപോർട്ട് എടുത്ത് വെച്ച് കടി. എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ ഞൂണ്ടാടാനും കളിക്കാനും ചവയ്ക്കാനും വേണം. ഇല്ലാതെ ഇരിക്കത്തില്ല. അല്ല, ഇന്ന് മൃദുലയുടെ ട്രീറ്റാ. മൃദുലയുടെ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോൺ ഐഫോൺ എടുത്തത് മൃദുലയുടെ കുറച്ച് ഗോൾഡ് അവള് പണയം വെച്ചിട്ടായിരുന്നു എടുത്തത്. അപ്പം ഞാൻ എടുത്തു തരട്ടെ എന്ന് പറഞ്ഞപ്പം അങ്ങനെയാണെങ്കിൽ സർപ്രൈസ് വന്നത് നമ്മളെ ബർത്ത്ഡേക്ക്. ഇത് കഴിഞ്ഞ വർഷം ഡിസംബർ നമ്മൾ വീട് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഈ ഫോൺ വാങ്ങിച്ചത്. അപ്പം
ഞാൻ അത് കഴിഞ്ഞെടുത്ത് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. വേണ്ട ഞാൻ അഡ്വാൻസ് ഞാൻ എടുത്തോളാം. ഞാൻ കൊളാബൊക്കെ ചെയ്തു. അപ്പം മുതല ചെറിയ ചെറിയ കൊളാബുകളൊക്കെ ചെയ്ത് ഇന്ന് അത് എടുക്കാൻ വേണ്ടിയുള്ള കുറേശ്ശെ അവള് ഓൺലൈൻ വഴി അടച്ച് ഇപ്പൊ തീരാറായി. അപ്പം നാളെ മറ്റന്നാളെ അവള് പിന്നെ ഫൈനൽ ഗഡുവും അടച്ച് അപ്പൊ ഗോൾഡ് തിരിച്ചെടുക്കുക. ഐ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. നല്ല മഴക്കോളുണ്ട്. അതുപോലെ നമ്പൂട്ടിനെ നമുക്ക് ഹാള് ബുക്ക് ചെയ്യണം, ഹാള് നോക്കണം. നമ്മള് ഒരെണ്ണം നോക്കി പോയി, അത്ര നമുക്ക് മനസ്സിനെ കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കുറെ അപ്പൊ നമ്മൾ ഓരോടത്തും ഇങ്ങനെ അരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഹാള് നല്ലതുണ്ടെന്ന്. അപ്പൊ നോക്കണം. എന്തോ പെട്ടെന്ന് ആ വേദനയായിട്ട് എക്സൈറ്റ് ചെന്ന് കേറി ഓർമ്മ വരുന്നു. അത് സത്യം. എനിക്ക് ഇപ്പോഴും അതിന്റെ ഒന്നും ഒരു ഹാങ് ഓവർ പോയിട്ടില്ല. അതിനിടയ്ക്ക് ഇവന് 1 വയസ്സായി. എത്ര പെട്ടെന്നല്ലേ. ഇനി നടക്കും, ഓടും, പല്ല് വരും, കാര്യം പറയും, എല്ലാം പെട്ടെന്നായിരുന്നു. ഈ ചട്ടമ്പി അതാ ഇപ്പൊ പറ. എന്നിട്ട് ബർത്ത്ഡേയാണോ നിങ്ങളുടെ? എല്ലാവരോടും താങ്ക് യു പറയണേ. താങ്ക് യു എങ്കിലും പറയൂ. ഇവനെ ടാറ്റ കാണിക്കാൻ അറിയെങ്കിലും ഇവൻ ടാറ്റ കാണിക്കത്തില്ല. ഭയങ്കര വാശി. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ മറന്നിരിക്കുകയായിരുന്നു കേട്ടോ, ഓർമ്മിപ്പിച്ച്. ചില സമയത്ത് ഇവന് ഭയങ്കര ഗമയാണ്. ചില കാര്യങ്ങള് ആക്കൂല. അത് കാണാൻ നല്ല രസമാണ്. ഇനി അതിന്റെ ഒരു വീഡിയോ എടുത്തേക്കണം. അല്ല അങ്ങനല്ല, അപ്പി ഇടുന്നല്ല, അപ്പി ഇടുമ്പോ ഉള്ള ഒരു ഫേസിലെ റിയാക്ഷൻ അടിപൊളിയാ അല്ലേ? അത് അമ്മമാർക്ക് അറിയാം അല്ലേ? നമ്മളെ വണ്ടി 3100 കിലോമീറ്റർ ആയി. ഒരു മാസം എത്രയായി? ഒരു മാസം കുറച്ച് ദിവസം കൂടെ ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോ ഒരു മാസം കറക്റ്റ് 40 ദിവസം. കറക്റ്റ് 40 ദിവസമായിരുന്നു. കറക്റ്റ് 40 ദിവസമായുള്ളൂ അല്ലേ? നമ്മള് സർപ്രൈസ്, നമ്മളിത് പുതിയ കാർ എടുത്തിരിക്കുന്നു ഗൈസ്. പുതിയ കാർ നമ്മളിപ്പോ വോൾക്സ്വാഗന്റെ ഷോറൂമിലാണ് ഗൈസ്. നമ്മളെ BYD EVMന്റെ ആണല്ലോ ഇവിടെ എല്ലാം. BMW പിന്നെ നമ്മൾ BYD ഷോറൂം, വോൾക്സ്വാഗൻ എല്ലാം EVMന്റെ. അപ്പം അവിടെ അവരുടെ മിഷൻ എന്തോ കംപ്ലൈന്റ് ആയതുകൊണ്ട് അവർ നേരെ വോൾക്സ്വാഗനിലോട്ട് പറഞ്ഞു വിട്ട്. അപ്പം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്പർ പ്ലേറ്റ് അടിക്കാൻ. പറഞ്ഞാൽ മതി. താങ്ക് യു. കോഫി അടിപൊളി കോഫി. അപ്പോൾ വോൾക്സ്വാഗനിലെ കോഫി കൊള്ളാം. പക്ഷെ നിന്നെ ഇന്നത്തെ ദിവസം എല്ലാവരും ഈ ഷർട്ടിലോട്ട് ശ്രദ്ധിക്കും. ഷർട്ട് കീറിയില്ല. ആ ഷോറൂമിൽ ചേട്ടനെ പറഞ്ഞു ഷർട്ട് എന്തോ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു ഒരു ചട്ടമ്പി വേണ്ട, ഒരു ചട്ടമ്പി കീറിയാന്ന് പറഞ്ഞു. ലുക്ക് നോക്ക്, ഇന്നൊരു റൗഡി ലുക്കായിരുന്നു. റൗഡി ലുക്ക. ഇത് ഏതാ വണ്ടിന്ന് അറിയോ? ഓ എല്ലാം അറിയാല്ലേ? ആ ബോർഡ് വെച്ച്. ഞാൻ വിചാരിച്ചു എനിക്ക് വണ്ടി അറിയാന്ന്. ഇത് ഡെലിവറി ആയതാണ്. പക്ഷെ വണ്ടി ഭയങ്കര സ്പോർട്ടി ലുക്കാണ് വണ്ടി. പക്ഷെ അകത്ത് ഞാൻ കയറി ഇരുന്നിട്ട് ഒരു സ്പേസ് കുറവ് പോലെ ഫീൽ ചെയ്തെനിക്ക്. ഇല്ല ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുന്നോണ്ട് എന്തോ ഒരു സാധനം തള്ളിയിരിക്കുന്നു. ഇതിനോട് ഇങ്ങി തള്ളി വന്നിരിക്കുന്നു. ഒരു കൺജസ്റ്റഡ് ഫീല്. എനിക്ക് ഈ ഒരു സാധനം മാത്രം ഇഷ്ടപ്പെട്ടില്ല. ഈ തള്ളി നിൽക്കുന്നത് ഭയങ്കര തള്ളി നിൽക്കുന്നത്. പക്ഷെ വണ്ടി പുറമേ കാണാൻ ഭയങ്കര ലുക്കാട്ടോ. ഇഷ്ടപ്പെട്ടു. അതെ നിനക്ക് പറഞ്ഞ കോഫിയാണോ ഞാൻ കുടിച്ചു തീർത്ത് കേട്ടോ. 2 എണ്ണം പറയായിരുന്നു. നമ്മൾ പൊതു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. തറ ഇറങ്ങണപ്പോ ഇരുന്ന് മടുത്ത് കണ്ട ഇന്ന് ഞാനല്ലേ കൈസ് ഇന്ന് മൃദുല നിക്കട്ടെ. അപ്പൊ നമ്പർ റിവീൽ ചെയ്യാം. ഭയങ്കര സന്തോഷേ. റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മുടെ ഫോർച്യൂണറിന്റെ 90. ഇത് അതെ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച നമ്പർ തന്നെ കിട്ടി. 9330 നമ്മൾ മാക്സിമം നോക്കിയേനെ. പക്ഷെ ആ സീരീസ് അല്ല ഇപ്പൊ നടക്കുന്നത്.
അതുകൊണ്ട് നമുക്ക് പക്ഷെ ഇതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 30, 90, 90, 30 കുഴപ്പമില്ല. ടീ ഇപ്പൊ യു ആയി. അതിനിടയ്ക്ക് അത്രയും വണ്ടികൾ വിറ്റെന്നുള്ളതാണ്. അടിപൊളിയല്ലേ? പക്ഷെ ഗ്രീൻ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടൊരു എറുപ്പില്ല നമ്പർ. അത് എല്ലാ വണ്ടികളും അങ്ങനെ ആയിരിക്കും. ഗ്രീൻ ആയതുകൊണ്ടൊരു എറുപ്പില്ല. ഡുണ്ടു, അമ്പൂട്ടന്റെ ഡുണ്ടു. നിങ്ങൾ കമന്റ് ചെയ്ത പേരോട്ടോ, ഡുണ്ടു. പച്ചക്കകത്ത് വെള്ള എഴുത്തില്ലേ, ആ വെള്ള എഴുത്തിനകത്ത് മൊത്തം ഇന്ത്യ 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 എന്ന് പറഞ്ഞ് അവര് കറുത്ത കളറിൽ എഴുതിയേക്കുന്നത്. അപ്പൊ അവര് പ്യുവർ വൈറ്റ് പോയി. മനസ്സിലായോ? നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ മാളിലോട്ട് വന്നു. ഇവിടെ ഒരു ആക്രമമായി, എനിക്ക് അറിയത്തില്ല ഇവിടെ ഇല്ലാത്ത പുകില ഉണ്ടാക്കുന്നത്. എന്താണ് കഴിക്കാൻ? ഇതിന്റെ ഗോൾഡൻ ലക്ഷറി ലുക്കിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ചിക്കൻ മദ്ഹൂത്ത് ഗൈസ്. ഇത് സ്റ്റീംഡ് ചിക്കൻ ആണ് കേട്ടോ, വിത്ത് റൈസ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ മണം. ലുക്ക് അടിപൊളി കേട്ടോ, കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. സാധനം ഗൈസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. സോഫ്റ്റ് ചിക്കൻ, എന്റെ പൊന്നെ, ഇതെങ്ങനെയാണ് ഇത്ര സോഫ്റ്റ് ആക്കുന്നേ? അവര് കുക്കറിൽ വെച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നല്ല മസാലയുണ്ട്, പക്ഷെ എരിയൊന്നുമില്ല. അടിപൊളി ഫ്ലേവർ സാധനം ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു മദ്ഹൂത്ത്? മദ്ഹൂത്ത് അടിച്ച് മത്ത എന്തോന്നല്ല. ഇനി അമ്മച്ചി കഴിക്കട്ടെ. ഡോക്ടറൊക്കെ പറഞ്ഞു കേട്ടോ, ചിക്കനും മീനും അവർക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. എല്ലാം നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് കൊടുക്കുന്നത് പ്രശ്നമില്ല. മീനൊക്കെ ചിക്കനൊക്കെ കൊടുക്കണം. മീനും നല്ലോണം കഴിക്കും. മീനും കഴിക്കും, ചിക്കനും കഴിക്കും. പക്ഷെ മധുരക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് തരില്ല. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അച്ഛനെ പോലെ ഏട്ടന്റെ ഫുഡ് രീതി അമ്പൂട്ടന് ഈ പ്രായത്തിലെ ആ ശബ്ദം, കുഞ്ഞിന് നടക്കുന്ന ശബ്ദമല്ലേ, അത് കേട്ടിട്ട് എവിടുന്നാ പരതുവാ ഇതിന് ചിരിക്കുന്നത്. ഞങ്ങൾ ഇനി എന്നാ അതൊക്കെ ഇട്ടോണ്ട് അടക്കുന്ന ഇതുപോലെ. അല്ലെങ്കിൽ ആ ഏജിലുള്ള പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ തന്തേ പോലെ അല്ലേ വരൂ. എന്റെ അച്ഛന്റെ കസർത്ത് ഉണ്ടോ അവിടെ? പണ്ടത്തെ ബാസ്കറ്റ്ബോൾ പ്ലെയർ. അച്ഛൻ കളിച്ചിട്ടുണ്ട്, ചിരിച്ചോണ്ട് നോക്കുക കേട്ടോ. പുതിയ ഷൂ ഗൈസ്. ഇന്ന് അമ്പൂട്ടന്റെ ഏട്ടന്റെയും ദിവസമാണിന്ന്. ആദ്യം കീറി ഷർട്ട് ആക്കി, വാങ്ങിയിട്ട് അഡിഡാസിന്ന് പുട്ട എന്റെ മൂക്കിലിരിക്കുന്ന നോക്ക്. പുട്ട കുട്ടി ഞാൻ ഷൂസ് അങ്ങനെ വാങ്ങാറേ ഇല്ല. പ്രീമിയം ഷൂസ് സത്യം പറയല്ല. ഷൂസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു മിനിമം 2 വർഷമെങ്കിലും ഉപയോഗിക്കും. ഇല്ലാതെ ഇനി ഇത് കഴിവണം കേട്ടോ. ഇത് ഫുൾ അഴുക്കായി. പക്ഷെ സത്യം പറയല്ലോ, അഡിഡാസിന്റെ ഷൂസ് ഇല്ല ഐഫോൺ കണക്കാ യൂസ് ചെയ്താൽ നമ്മൾ പിന്നെ അത് തന്നെ യൂസ് ചെയ്യും. ഭയങ്കര കംഫർട്ടാണ്. നമ്മുടെ കാല് എത്ര നേരം ഇട്ടാലും അങ്ങനെ വേദനയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ വൺ ടൈം നമ്മൾ ബ്രാൻഡഡ് അഡിഡാസോ അങ്ങനെ അതൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അല്ലാണ്ട് ഉപയോഗിക്കുമ്പം നമുക്ക് കാലിന് കംഫർട്ട് വരത്തില്ല. ഞാൻ ഇടയ്ക്ക് സ്റ്റുഡിയോന്ന് ഒരു 600 രൂപയുടെ ഷൂസ് വാങ്ങിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഇട്ടില്ല. ഞാൻ 2 തൊട്ടിട്ടുമ്പോൾ കാല് നമുക്കത് ഇതൊക്കെ കറക്റ്റ് നമ്മുടെ ഒരു കാലിന്റെ ഡിസൈൻ അത്രയും ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കുന്നു. ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറയും ആക്ച്വലി 3-4 വർഷം ഉപയോഗിക്കാം. ഒരു പുതിയ സാധനം വാങ്ങിച്ചാട്ടോ, ഇത് എടുത്ത് കളയാനൊന്നും പറ്റത്തില്ല. ദേഷ്യം എടി, അതോ മറ്റേ തന്നെ നോക്കണോ? ഇത് മതിയല്ലേ? ഇതാ ഫുള്ള് കവർ ചെയ്തിരിക്കൂല്ലേ? ഇതാകുമ്പോ ചെവിയും ഫുള്ള് തലയും എല്ലാം കവർ ചെയ്തിരിക്കും. അതിന്റെ ദേഷ്യം എടുത്തളയാൻ പറ്റാത്ത. നോർമൽ ഗൈസ് അവിൽ മിൽക്ക് പറഞ്ഞു കേട്ടോ. എന്റെ വിലയും കുറവാ. നോർമൽ അവിൽ മിൽക്ക്. ഇവിടെ പപ്പായ ഒക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഇതിനാ ടേസ്റ്റ് അത് കൊള്ളൂല. എന്തറിഞ്ഞിട്ടാണോ തോന്നില്ല. അപ്പൊ ഇവിടെ അറമാതിച്ച് തിന്നുന്നത് ബെൻസിന്റെ AMGയുടെ സ്പെഷ്യൽ എഡിഷൻ കേട്ടോ വാങ്ങിച്ചത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ലുക്ക് അറ്റ് ദാറ്റ്, കണ്ടോ? AMG സ്പെഷ്യൽ എഡിഷൻ. കാണാൻ ഇതിനെക്കാട്ടി ലുക്കുള്ള വേറെ ഷൂസ് ഉണ്ട്, പക്ഷേ ഇടുമ്പോ ഉണ്ടല്ലോ കംഫർട്ട്. അയ്യോ, കാലിലൊരു ഷൂ കിടക്കുന്നുണ്ടെന്നേ അറിയത്തില്ല. നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്യുമ്പം അത്ര ലൈറ്റ് വെയിറ്റാ ഇല്ലേ? അവിടെ ഉള്ള ഷൂല് ഏറ്റവും ലൈറ്റ് വെയിറ്റ്.
അതുപോലെ അവിടെ ഉള്ളതിൽ കുറച്ചും കൂടി ഈ ഇതിപ്പം പുതിയതായിട്ട് ഇറങ്ങിയ എഡിഷനാണ് അവരുടെ ന്യൂലി ലോഞ്ച് ചെയ്തതാണ്. എനിക്കും ഇഷ്ടപ്പെട്ടത് ഇത് AMG കണ്ടോ, നമ്മുടെ ബെൻസിൻ്റെ സ്പെഷ്യൽ എഡിഷൻ. അവർ ആദ്യമായിട്ടാണ് തോന്നുന്നു അഡിഡാസും ബെൻസും കൂടി ആദ്യമായിട്ട് ഇങ്ങനെ കൊളാബ് ചെയ്ത് ഇറക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന് 2-3 ടൈപ്പ് ഉണ്ട്, വേറെ സ്നീക്കേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഇത് ഇട്ടപ്പം കിട്ടിയൊരു കംഫർട്ട് എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ പിന്നെ ഇതങ്ങ് വാങ്ങി തൂക്കി. അടുത്തത് അമ്പൂട്ടിന് ഷോപ്പിംഗ് ആണ്, സ്പെഷ്യൽ അമ്പൂട്ടിന് ഷോപ്പിംഗ്. ഇതൊക്കെ എവിടെ നിന്ന് തപ്പി എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയാം. ഞാൻ ഉറക്കവും വരുന്നു കണ്ട, ആദ്യം ഉറക്കത്തില്ല. അമ്പൂന് കുറെ കോംബോ ഡ്രസ് എടുത്ത കേട്ടാ. ഇത് കമ്മലാണോ? ഇത്രയും വലിയ കമ്മലാ ഇട്ടിരിക്കുന്നത്. നിന്റെ കാത് കീറും കേട്ടോ, ഇങ്ങനെ വലുതിടരുത്. ഇതൊക്കെ ഇട്ട് അമ്പൂട്ടം കൈ കയറ്റി ഒരൊറ്റ വലി. ഈ ബാഗ് മാറ്റി, പുതിയ ബാഗ് വേണേ നല്ല അടിപൊളി ബാഗ്. ഈ കൂറ ബാഗ് എത്ര നാളും കൊണ്ട് തോന്നുന്നു. അതിനകത്ത് എന്റെ എല്ലാം കൊള്ളുന്ന ഒരു ബാഗ്. എനിക്ക് എത്ര അത്രയും വലിയ ബാഗ് ഉണ്ട് കാണാണ്ട്. അതുകൊണ്ട് അവിടെ കിടക്കുന്ന ആ ബാഗ് എല്ലാം ഇത് മതി. അത് വല്ലാത്ത നീ ഇന്ന് ബാഗ് വാങ്ങിച്ചിട്ട് പോയാൽ മതി. എനിക്ക് ബാഗ് വേണ്ട. ആവശ്യമുള്ള ഒന്നും വാങ്ങല്ലേ, കുറെ കമ്മലും വളയും. അവന്റെ ഒരു ടോയ് ഫേവറേറ്റ് ടോയ്, നമ്മളെ ഫേവറേറ്റ് മാറ്റരുത്. അവനത് മടുക്കുമ്പം നമ്മൾ വാങ്ങിച്ചാൽ മതി. നമ്മൾ ടോയ്സ് പിള്ളേർക്ക് ഇങ്ങനെ അധികമായി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു വിലയില്ലാതാവും. അതുകൊണ്ട് ഒരെണ്ണം കളിച്ച് അതൊക്കെ കുറെ നാൾ കഴിഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്താൽ മതി. ഭയങ്കര സ്നേഹം. ഡുണ്ടു എന്ന് പറഞ്ഞാൽ മരിക്കും കഴിച്ചു. കെട്ടിപ്പിടിച്ച് വന്ന ഉടനെ കെട്ടിപ്പിടിച്ച് ലിഫ്റ്റിനകത്ത് ഒരു പെങ്കൊച്ചിന്റെ കൈ കയറി പിടിച്ച്. പെങ്കൊച്ചിന്റെ അമ്മ ഇപ്പൊ അടിച്ചത് തന്നെ. എന്തിനാ പെങ്കൊച്ചിന്റെ കൈ കയറി പിടിച്ചത്? ആ പെങ്കൊച്ചിന്റെ കൈ കയറി പിടിച്ച അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ പെങ്കൊച്ചിന്റെ അമ്മയ്ക്ക് കേട്ടോ. അല്ല ആ കൊച്ചാദ്യം കൈ ആണെന്ന് നോക്കിയാണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിന്ന് വന്നേന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിട്ടില്ല കേട്ടോ. നമ്മള് ആഡിറ്റോറിയം നോക്കിയില്ല, ഇനി ആഡിറ്റോറിയം നോക്കണം. പൊക്കോ. ഞങ്ങളുടെ ഡുണ്ടു ഇപ്പൊ വണ്ടി കയറിയാണേ. അമ്മ വണ്ടി നമ്പർ അടിച്ചെങ്ങനുണ്ട്? 90 30 90. ഈ തന്നെ കിട്ടിയിരുന്നത് സൂപ്പർ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 10 മണിയായി, രാവിലെ നിറങ്ങാൻ പോയതാ. ആളൊക്കെ ബുക്ക് ചെയ്തു. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറച്ച് ഇതും കൂടെ ആയ, അതും കൂടി സെറ്റ് ചെയ്യണം. ഇനി ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യണം. ഇനി കോസ്റ്റ്യൂം അതേ ഉള്ളു. കോസ്റ്റ്യൂം അമ്മക്ക് അങ്ങനൊന്നുമില്ല, അമ്പൂട്ട് തന്നെ കോസ്റ്റ്യൂം സെറ്റ് ചെയ്യണം. അതിന്റെ അതൊക്കെ മൃദുല വേണം ഹാൻഡിൽ ചെയ്യാൻ. എനിക്ക് അതിലൊന്നും ഒരു റോളും ഇല്ല. അതൊക്കെ സമയം തലേന്നെല്ലാം സെറ്റ് ചെയ്യും. നമ്മളെല്ലാം തലേന്ന് മുഹൂർത്തത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ സ്വർഗം കിട്ടിയാട്ടാ. ഭയങ്കര ഓട്ടം നമ്മളെ കൈ പോലും വരുന്നില്ല. രാവിലെ ഇറങ്ങിയത് ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ്. ബാ എണീറ്റ് ബാ. എന്തോ അവിടെ കുത്തിയിരിക്കുന്നത്? ബാ കൈതാ അച്ഛന് കൈതാ. ബാ എണീറ്റ് ബാ. പുലിമുരുകനാ വരുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നാളെ കാണാം. ടയർഡാണ്. ബൈ. ഇത്രയല്ലേ ഉള്ളൂ. ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം.